ഈ ഞാൻ കേട്ടിട്ടുണ്ട് സ്റ്റേജ് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വാപ്പയുടെ മരണ വാർത്ത. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ആ ടൈമിൽ എന്തോ അറിയിക്കാതെ അതിന് ഇറങ്ങി വന്നപ്പോൾ കലാഭവന്റെ പ്രോഗ്രാം മിമിക്സ് പരേഡിന് പ്രാധാന്യമുള്ള പ്രോഗ്രാമാണ്. മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ, 2 മണിക്കൂർ മിമിക്രി മാത്രമേ ഉള്ളൂ. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ പാട്ടുകളെല്ലാം കണക്ട് ചെയ്ത് വരുന്നത്. അന്ന് ആ പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത് ഞാനാണ്. ശരി. പിന്നെ കുറേ ആർട്ടിസ്റ്റുകൾ ഇന്നുള്ള കുറേ ഷിബു ജോൺ, സന്തോഷ്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഇങ്ങനെ നമ്മൾ ചെന്ന പല സ്ഥലത്താണ്. അതായത് ദുബായ്, സമയം ബഹ്റിൻ കഴിഞ്ഞ് നേരെ കുവൈറ്റാണ്. 3-4 സ്ഥലങ്ങളിലാണ് കണക്ട് ചെയ്ത 1 മന്ത് പ്രോഗ്രാമാണ്. ശരി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1-2 സ്ഥലത്ത് കഴിഞ്ഞു. ബഹ്റിനിൽ ചെന്നു. അന്ന് ആ ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാത്സല്യം ഭയങ്കര ഹിറ്റാണ് ആ ടൈമിൽ. അപ്പോൾ അതിൻ്റെ ഡയലോഗാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വാപ്പയുടെ മകൻ എന്ന നിലയ്ക്കുള്ള കിട്ടുന്ന ഒരു അനൗൺസ് ചെയ്തൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക നമുക്കൊരു അപ്രിസിയേഷനൊക്കെയാണ്. അങ്ങനെ ഈ ഡയലോഗ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്ത് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ് വന്ന് ഗ്രീൻ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് പറയുന്നത്. ഒരു തരിപ്പാണ്. ഞാൻ കരയുന്നില്ല, വേറെ ഒന്നും. എനിക്ക് തന്നെ ഇപ്പോൾ അത് എന്താണെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. കാരണം വല്ലാത്തൊരു ഷോക്കാണ് ഇത് കേട്ടിട്ട്. പിന്നെ ആരൊക്കെയും വന്ന് എൻ്റെ ഷോട്ടിൽ തട്ടുന്നുണ്ട്. നമസ്തേ, ബാക്കി നമുക്ക് കാര്യങ്ങൾ ഇനിയിപ്പോൾ കയറണ്ട എന്താ പറയുക എന്നൊക്കെ പറഞ്ഞായിരിക്കും. അതെങ്ങനെ പ്രോഗ്രാം ഏകദേശം സ്റ്റാർട്ട്സ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 1-2 ഐറ്റം കഴിയുമ്പോൾ ഇത് തീരും. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ആഴ്ചത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കുവൈറ്റിൽ. അപ്പം ഞാൻ അന്ന് മിഡ് നൈറ്റ് തന്നെ കയറി പോരാനുള്ള സംവിധാനം ഇവർ നോക്കുന്നുണ്ട്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു സാഹചര്യമോ നമ്മളെ പെട്ടെന്ന് എത്തിക്കാനുള്ളൊരു സംവിധാനമോ ഒന്നുമില്ല. ഇപ്പോഴത്തെ പോലെ പോയാലും എനിക്കിപ്പോൾ തിരിച്ച് വരണേ തന്നെ വരും. വിസ അതിൻ്റെ മറ്റുള്ള ഒരുപാട് ഫോർമാലിറ്റീസ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്നാൽ ഞാൻ തിരിച്ചു പോകണം വീണ്ടും. കുവൈറ്റിലേക്കാണ് പോയേ പറ്റുള്ളൂ. ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളൊന്നും അന്ന് രാത്രി അവിടെ തന്നെ ഓൾറെഡി രാത്രി ഒരുപാട് ലേറ്റ് ആയല്ലോ. അപ്പോൾ തന്നെ ഇവിടെ ടൈം ഒരു വ്യത്യാസപ്പെട്ടു. പിന്നെ നമ്മുടെ ഒരു ഇതിൽ ബോഡി അങ്ങനെ അധികം നേരം വെച്ചിരിക്കാൻ പാടില്ല. ഇത്ര ടൈം കഴിയുമ്പോൾ തന്നെ മറവ് ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാവുന്നതിൻ്റെ പേരിലും പിന്നെ വാപ്പയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വിശേഷ ദിവസങ്ങൾ അതല്ലെങ്കിൽ ആഘോഷങ്ങളൊന്നും കലാകാരനെ സംബന്ധിച്ച് ലൈഫിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ല. പക്ഷെ പല ടൈമിലും നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. കാരണം നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. അത് വാപ്പയിലൂടെ തന്നെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇരുന്നിങ്ങനെ ചിന്തിക്കണം. പക്ഷെ ഞാൻ അപ്പോൾ ഷോക്ക് തന്നെയാണ്. അപ്പം അന്ന് പുലർച്ചയ്ക്ക് എനിക്കിവിടെ ട്രൈ ചെയ്യാനായിട്ടൊന്ന് എയർപോർട്ടിലൊന്ന് വന്നു തോന്നുന്നു. എന്നെ കൊണ്ട് ബഹ്റിനിൽ തന്നെ അവിടെ ടിക്കറ്റ് പെട്ടെന്ന് പോരാനുള്ള സമയം നോക്കാം എന്നുള്ളൊരു ആരൊക്കെ വന്നു. പക്ഷേ അവിടുന്ന് പിന്നെ ഒരു കോൾ എന്തോ അറ്റൻഡ് ചെയ്തിട്ട് എൻ്റെ മൂത്ത മാമ ഉണ്ട്, അൻസാരി എന്നാണ് അത്. അവരെല്ലാവരും നാട്ടിൽ വടക്കാഞ്ചേരിയാണ് എൻ്റെ നമ്മുടെ സ്വദേശം. അതന്ന് രാത്രിയാണ്. ഈ പറയുന്നൊക്കെ രാത്രി നടക്കുന്ന സംഭവങ്ങളാണ്. ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ഫോൺ ചെയ്യുമ്പോഴാണ് ഞാൻ പൊട്ടിക്കരയുന്നത്. അതുവരെ എൻ്റെ പ്രഷർ എന്താണെന്ന് എനിക്ക് പോലും അറിയുന്നില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അല്ല ഞാൻ ഏത് സ്റ്റേജിലാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ മാമയായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പൊട്ടിക്കറിയാണ്. അതെനിക്ക് പിന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ലൈഫിൽ മറക്കാൻ കഴിയാത്ത വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നാളെ രാവിലെ എന്തായാലും അത് ഇതാക്കും, എന്തായാലും എത്താൻ പറ്റുന്നൊരു സാഹചര്യമല്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് 2-3 ദിവസം ഞങ്ങൾ അവിടെ സ്റ്റേ ഉണ്ട്. ആ സ്റ്റേ കഴിഞ്ഞ് പിന്നെയും 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോ കുവൈറ്റിലൊക്കെ നടക്കുന്നത്. അപ്പോഴത്തേക്കും പിന്നെ സ്പ്രെഡ് ആയില്ല, എല്ലാ സ്ഥലങ്ങളിലും അറിയാലോ. ഇപ്പം ഇങ്ങനെ വാപ്പ മരിച്ച കാര്യങ്ങളും പറയും, അതനുസരിച്ച് അങ്ങോട്ട് ചെയ്തു. പിന്നെ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ളൊരു സാധനം തീർച്ചയായിട്ടും അല്ലേ. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ വണ്ടി ഓടിക്കാൻ തരില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓടിക്കാൻ അറിയാം, പക്ഷെ എനിക്ക് തോന്നുന്നു നവാസക്ക ചേച്ചിക്ക് ഇപ്പോഴും തരില്ല. ഇപ്പോഴും വണ്ടി മേടിച്ചോട്ടെന്നോ അങ്ങനെ അങ്ങോട്ട് ചോദിച്ചപ്പോഴും വേണ്ടാന്നോ അങ്ങനെ അപ്പോൾ നവാസ്കാർക്ക് പേടിയാണ്. കാരണം ഞാൻ എന്തെങ്കിലും എനിക്ക് പറ്റിയാലോ എന്ന് വെച്ചിട്ട് നവാസ്ക പറയും വേണ്ട, എന്തെങ്കിലും ആക്സിഡന്റ് എന്തെങ്കിലും വേണ്ട, നിനക്ക് എന്തെങ്കിലും പറ്റുമോ വേണ്ടാന്ന് പറയും, എപ്പോഴും പറയും. അപ്പൊ എനിക്ക് വീട്ടിലിരുന്ന് കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ബോറിങ്. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടി ഡിപ്ലോമ എടുക്കും. അപ്പോൾ ആ സമയത്ത് ഡ്രൈവറൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. കാര്യം നമുക്കൊരു പ്രൈവസി ഇല്ലാത്ത പോലെ നമ്മൾ വണ്ടി എടുത്ത് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ പാക്ക് പോരാ. ഇത് ഒരാളെ വെയിറ്റ് ചെയ്യണം, കഴിയുമ്പോൾ ആളെ വിളിക്കണം. അപ്പം എനിക്ക് ഭയങ്കര
ഞാൻ നവാസ്കർ ഭയങ്കര ബോറിംഗ് ആന്ന് പറഞ്ഞു. അപ്പോൾ നവാസ്കർ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ വണ്ടി എടുത്തു തന്നത്. നവാസ്കറുടെ വണ്ടി തോടിക്കല്ലേ, അത് കുറച്ച് വലിയ വണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇനി ചെറുതായിട്ടൊക്കെ തട്ടിയാലും മുട്ടിയാലും കുഴപ്പമില്ലാത്ത വണ്ടിയാണ് നമ്മൾ ആദ്യം പരീക്ഷിക്കാൻ കൊടുത്തത്. രണ്ടാമത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊന്ന് ഒരു മൈൻഡ് ഫ്രീ ആകാന്നൊരു സംഭവമുണ്ട്. 100 ടെൻഷനിലൊക്കെ നമ്മളിത് പഠിക്കുക, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ വണ്ടി എടുത്ത് പോവുക. കാരണം അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, വണ്ടി നമുക്ക് പോയാൽ കുഴപ്പമില്ല, പക്ഷെ ഭാര്യ പോയാൽ പിന്നെ നമുക്ക് വേറെ അല്ല, സത്യം പറഞ്ഞാൽ അത് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളത്. അപ്പൊ അങ്ങനെ പിന്നെ ഓടിച്ച് കുറെ ഫ്രീ ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മള് ഇപ്പൊ ആളൊറ്റയ്ക്ക് എല്ലാ സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യും. പിന്നെ വാങ്ങിയത് സമയത്ത് എൻ്റെ ഫ്രണ്ടിൽ വിട്ടിട്ട് ആസ്ക ബാക്കിൽ വരുമായിരുന്നു. കാര്യം ഞാൻ കറക്റ്റായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബാക്കിൽ വന്നിട്ട് കറക്റ്റായിട്ടൊക്കെയാണോ ഓടിക്കുന്നത് എല്ലാം നോക്കിയിട്ടാണ് അല്ല, അതിന് വേറെ തമാശ കൂടി പറയാം. അത് എന്താ കാര്യം വെച്ചാല്, ഞാൻ ആ പറഞ്ഞ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം വെച്ചാല്, ഈ ഷോപ്പ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫാഷൻ ഡിസൈനിങ് സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു ബോട്ടിക് സംഭവം തുടങ്ങിയിരുന്നു. മേക്കപ്പ് എല്ലാം രേന കഴിഞ്ഞതാ, പഠിച്ചതാ. അപ്പോൾ നമ്മുടെ തന്നെ ബിൽഡിംഗ് ഉണ്ട് ചൂണ്ടിയിൽ, അവിടെ ഈ സംഭവങ്ങൾ ചെയ്തു. കുട്ടികളെ രാവിലെ വിടും, അപ്പോൾ ഞാനില്ല, രാവിലെ വിടുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിൽ പോകുന്നു, അത് തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു ദിവസം ഭയങ്കര ടയർഡ്. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, ഫോൺ വിളിക്കുമ്പോഴൊക്കെ അറിയാം ടയർഡാണ് സംഭവം അറിയാം. പിന്നെ ഞാൻ ഉച്ച സമയത്ത് വിളിച്ചപ്പോൾ, നമസ്കാർ, ഞാനിവിടെ ഒരു മതിലിൻ്റെ അടുത്തുണ്ട്. ഞാൻ മതിലിൻ്റെ അടുത്താ, ജസ്റ്റ് ഒന്ന് മതിലിൻ്റെ അവിടെ പാർക്ക് ചെയ്താണ്. ഞാൻ പറയാം, എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഇങ്ങനൊരു മതില് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതെ പറഞ്ഞു, ഇങ്ങനൊരു മരം ഞാൻ ഇതുവരെ. അപ്പൊ മതിലേതാന്നറിയോ? കേന്ദ്ര ഗവൺമെന്റിന്റെ മതില, റോക്കറ്റ് മതിലില്ല, ചെറിയൊരു മതില്. ഒരു സെക്കൻഡ് കൊണ്ട് ഇവിടെ ടെററിസ്റ്റായി. അതാണ് ഭയങ്കര ശ്രദ്ധിക്കാം. 4-ാം മൈല് ഞാൻ ഐസാറോട് ഇതൊക്കെ ഉള്ളത് 4-ാം മൈലാണ് അതിന്റെ സംഭവങ്ങളൊക്കെ ഉള്ളത്. 4-ാം മൈലുകാർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല സീരിയസ്നെസ്. നമുക്ക് ഇതിന്റെ സീരിയസ്നെസ് ഇല്ലാന്നുണ്ട്. നമ്മൾ ഏത് സ്ഥലത്താന്നുള്ളതും കൂടി ചിന്തിക്കണം. അത്രയും പ്രൊട്ടക്ഷൻ, അത്രയും സെക്യൂരിറ്റിയും ഭയങ്കര സംഭവമുള്ള ഏരിയയിലാണ് നമ്മളൊക്കെ അപ്പൊ അതിങ്ങനെ വന്നു. അദ്ദേഹത്തിന് എനിക്കൊന്ന് ഏകദേശം ഒരു 100-150 മീറ്ററോളം ഇങ്ങനെ കിടക്കാണ്. ഏരിയ കൂടുതലാണ്. ഇങ്ങനെ വന്ന് ഇങ്ങനെ വളഞ്ഞു പോകും. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നൊക്കെ കറക്റ്റാണ്. പിന്നെ ഇങ്ങനെ പോയപ്പോ ഇങ്ങോട്ട് പോയില്ല. അത് എന്തറിയോ, അതല്ല, വെളുപ്പിന് ഒരു 4-5 മണിക്ക് എഴുന്നേറ്റ് അപ്പൊ രാവിലെ 6:30 ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, കുട്ടികളെ 7 മണിക്ക് കൊണ്ടുപോയി വിടണം. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് 3-ാമത്തെ ആളെ കൊണ്ടുപോയി, അവർക്ക് വേറെ ടൈം, അങ്ങനെ അത് വിടണം. അത് കഴിഞ്ഞ് വീട്ടിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ വീണ്ടും ഇവനെ 3-ാമത്തെ ആളെത്തും, അവനെ വിളിച്ചിട്ട് വരണം. അത് കഴിഞ്ഞ് പിന്നെ അവന് സ്നാക്സ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും അടുത്ത് വരും. അങ്ങനെ എനിക്ക് ഒട്ടും റെസ്റ്റ് ഇല്ല, ടയേർഡായി. അപ്പൊ ഞാൻ ഫുഡ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഉറങ്ങിപ്പോവാണ്. അപ്പോൾ മോൻ 1:30 ആകുമ്പോൾ അവൻ ഒരു 2 സ്റ്റോപ്പ് അപ്പുറത്തേറ്റു. അങ്ങനെ അവനന്ന് എന്തോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എന്തോ ആണ്. ഞാൻ വണ്ടി എടുത്ത് അവൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും ഞാനിങ്ങനെ ഉറങ്ങിപ്പോണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുവരെ ഞാൻ പകൽ ഉറങ്ങാറില്ല, രാത്രിയും ടയറാണ്, അധികം ഉറക്കമുള്ള ആളല്ല. ഞാനിങ്ങനെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകുമ്പോഴേ എനിക്ക് തോന്നുന്നു ഞാൻ ഉറങ്ങിപ്പോവാണ്. അപ്പോൾ അങ്ങനെ ഉറങ്ങാൻ വഴിയില്ല, ഇപ്പോൾ ഉറങ്ങാത്ത ഒരാളാണ്. അങ്ങനെ മോൻ വണ്ടിയിൽ കയറി അവനെ ഫ്രണ്ടിലിരുത്തി ഞാനിങ്ങനെ പോകുമ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഉറങ്ങിപ്പോകും, വേഗം വണ്ടി വീട്ടിലെത്തിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ സ്പീഡിന് വണ്ടി എടുത്തു. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല കാര്യം. പിന്നെ ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ഞാൻ ബ്രേക്ക് ചവിട്ടി ഹാൻഡ് ബ്രേക്കും വേഗം വലിച്ചിട്ടു. എനിക്ക് എന്തോ സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് ഇടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇടിച്ചു എന്നുള്ള മനസ്സിലായി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ബ്രേക്കും ചവിട്ടി ഹാൻഡ് ബ്രേക്ക് എടുത്തിട്ടു. പക്ഷെ എനിക്കൊന്നും കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ സേഫ്റ്റി സൈഡ് ഇത് രണ്ടും എനിക്ക് നമ്മൾ ഉറങ്ങിയാലും അറിയാം. പിന്നെ ഞാൻ അവിടെ റിലാക്സ് ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഒരു വലിയൊരു മരവും ഒരു വലിയൊരു ഈ മതിൽ കെട്ടും. അപ്പൊ എന്റെ വിചാരം മതിലിൽ ഇടിച്ചതായിട്ട് എനിക്കൊരു ഇത് കിട്ടുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഈ മരത്തിൽ തടഞ്ഞ് വണ്ടി നിൽക്കുക അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് ഭയങ്കര ഫസ്റ്റ് ടൈമാണ് അത്രയും വർഷം വണ്ടി ഓടിച്ചിട്ട്. ഭയങ്കര ഹൈറ്റ് ആണല്ലോ, ഭയങ്കര ഹൈറ്റ് ആണ്. പറഞ്ഞാല് അപ്പൊ അതങ്ങനെ വരുമ്പോ വെച്ചാല് അവര് നോക്കൂല്ലോ എന്താണ് ഇങ്ങനെ പറ്റി, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ മെമ്പർ ഉണ്ട്, അദ്ദേഹം പറഞ്ഞ് മനസ്സിലായി. പിന്നെ
നമ്മൾ അത് തന്നെ നമ്മൾ തന്നെ അത് പാച്ച് ചെയ്ത് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യും. ഞാൻ അതിനകത്ത് പോയി കാര്യങ്ങൾ സംസാരിച്ചു. അവിടെ നമ്മുടെ വീഡിയോ അവിടെ അതിനുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളല്ലേ, എന്താന്നുള്ളത് അവര് അല്ല അവർക്ക് വീഡിയോ വരെയുണ്ട്. ഞാൻ അവിടുന്ന് വല്ല ഫോഴ്സ് ഇറങ്ങുമെന്ന് വിചാരിച്ചു, ടെൻഷനായി കേന്ദ്രത്തിന്നേ.